ഞാൻ ജിജി മാരിയോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചതും കൂട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തി മുറിഞ്ഞ മനസ്സായിട്ട് മുറിക്കകത്ത് തന്നെ കരഞ്ഞു തീർക്കുന്നു. കുറേ നേരം പ്രാർത്ഥിക്കുന്നു, എന്നിട്ടൊരു ആൻസർ കിട്ടുന്നില്ല. എന്നിട്ട് നമ്മൾ ദൈവത്തിനോട് ചോദിക്കും, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കണം, എത്ര നാളായി ഞാൻ കരയുന്നു, എന്നിട്ട് എന്തേ നീ എനിക്ക് പ്രാർത്ഥന കേൾക്കാത്തതെന്ന് ചോദിക്കും. അപ്പോഴും ഒരു ഉത്തരം ഉണ്ടാവില്ല. പക്ഷെ എത്ര നാൾ നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, ഇല്ലേ? എത്ര നാൾ നമ്മൾ മുറിക്കകത്ത് അടച്ചു. പക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അത് എൻ്റെ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലോ അല്ല, എല്ലാവരുടെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇത് കടന്നു പോകുമ്പോൾ അക്കരെ എത്തുമ്പോഴേക്കും വലിയൊരു അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായ സംഭവം പറയുന്നുണ്ട്. 21-ാം അധ്യായത്തില് അബ്രഹാം ഹാഗാറിനെയും മകൻ ഇസ്മായിലിനെയും വീട്ടിലേക്ക് പുറത്ത് ആക്കുകയാണ്. അവരെ പറഞ്ഞു വിടുന്ന രംഗമുണ്ട്. തുകൽ സഞ്ചിയിൽ കുറച്ച് വെള്ളവും കുറച്ച് അപ്പക്കഷ്ണങ്ങളായിട്ട് അവരെ പറഞ്ഞു വിടുകയാണ്. ഹാഗാർ ഈ കൊയ്ക്കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക, ദൂരേക്ക് മാറിപ്പോവാ, അവരെ വിട്ടു പോവാണ്. പക്ഷേ പോകുന്ന വഴിക്ക് അവരുടെ ഭക്ഷണ സാധനങ്ങൾ തീർന്നു, തുകൽ സഞ്ചിയിൽ വെള്ളം തീർന്നു. മരുഭൂമിയാണ്, വെള്ളം കിട്ടാനില്ല. ചുറ്റും നോക്കി വെള്ളം കിട്ടത്തില്ല. കൊച്ചു മരിക്കാറായി, വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് പരവേശപ്പെട്ട് ആ കുഞ്ഞു മരിക്കാറായി കിടക്കാണ്. അപ്പൊ ഇവൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. അമ്മയാണ് താങ്ങാൻ പറ്റാതെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു 50 ദൂരത്തിൽ മാറിയിരുന്നു എന്നാ പറഞ്ഞത്. 50 ദൂരത്തിൽ മാറിയിരുന്നു, മുഖം തിരിഞ്ഞിരുന്നു, പുറകോട്ട് മുഖം തിരിഞ്ഞിരുന്നു. കൊച്ചു മരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. എന്തായാലും കൊച്ചു മരിക്കും, വെള്ളമില്ല, അടുത്തെങ്ങും കിണറും ഇല്ല, വെള്ളവും ഇല്ല. അങ്ങനെ അവൾ ഇങ്ങനെ പേടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൊച്ചും അവിടെ കിടന്ന് മരണവെപ്രാളത്തിൽ നിലവിളിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ദൈവത്തിന്റെ ദൂതൻ ദൈവം ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു, കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, നീ കുഞ്ഞിനെ എടുക്കുക, കൊച്ചിന് വെള്ളം കൊടുക്കുക. അപ്പുറത്തേക്ക് നോക്കുക, അവിടെ കിണറുണ്ട്. അവള് നോക്കിയപ്പോ പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ അപ്പുറത്തൊരു കിണറ് കണ്ടു. വെള്ളം കോരി കൊടുത്തു. പിന്നെ അങ്ങനെ പോകുന്ന ഒരു ജനതയാവുന്നു. അതാണ് ഒരു സംഭവം. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തില് ചിലപ്പോ ലാസ്റ്റ് നിമിഷം, അവസാന നിമിഷമായിരിക്കും നമുക്ക് ഉത്തരം കിട്ടാം. നമ്മൾ വിചാരിച്ചു മരിച്ചു, തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് നിൽക്കുന്ന സമയത്ത് ദൈവം പറയും, നിന്റെ കണ്ണുനീര് ഞാൻ ഒപ്പാനുണ്ട് കേട്ടോ, കൂടെ വിഷമിക്കണ്ട, നിന്റെ കരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ, നിന്റെ വിലാപം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ, ഏറ്റവും വഴി. ഓക്കെ, നീ അപ്പുറത്തോട്ട് തിരിഞ്ഞു നോക്കി, ഹാഗാറിനോട് പറഞ്ഞു, അപ്പുറത്തോട്ട് നോക്കി, അവിടെ ഒരു കിണറുണ്ട്, അപ്പൊ വെള്ളം അവോളം കുടിച്ചോളൂ, നുകർന്നോളൂ. അതുപോലെ തമ്പുരാൻ കണ്ടുവച്ചിട്ടുണ്ടോ നമുക്കും ഇതുപോലെ സമൃദ്ധിയായിട്ട് ഒഴുകുന്ന ഒരു വലിയ കിണർ, സമ്പത്തിന്റെ കിണർ, അനുഗ്രഹത്തിന്റെ കിണർ, അത്ഭുതങ്ങളുടെ കിണർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. പക്ഷെ അത് കാണാനുള്ള ഒരു കടമ്പയുണ്ട്. അതുവരയ്ക്കും നമ്മൾ തളരാതിരിക്കണം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, നീ ശാന്തമായിരുന്നാ മതി, കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കോളും. സ്വസ്ഥമായിട്ടിരിക്കുക, നീ ശാന്തമായിട്ടിരിക്കുക, എന്തിനാ സങ്കടപ്പെടണേ, ഇല്ലേ? അപ്പൊ ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ശാന്തമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസം, നിരാശ കൈവിടാതിരിക്കുക. അതുപോലെ തന്നെ എനിക്കും വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾ തകർന്നിരുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ചിലരുണ്ടാവും, എല്ലാം നശിച്ചിരിക്കുന്ന ചിലരുണ്ടാവും, എല്ലാ തോൽവിയും ഏറ്റുവാങ്ങിയിരിക്കുന്ന ചിലരുണ്ടാവും, മൊത്തത്തിലാകെ നിരാശയിലായിരിക്കുന്ന കുറേ പേരുണ്ടാവും. അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ അറിവല്ല കൊടുക്കേണ്ടത്. കാരണം ഈ അറിവ് അവരെ ആശ്വസിപ്പിക്കത്തില്ല. അവർക്ക് ആവശ്യം ആശ്വാസമാണ്, മനസ്സിലായ? അറിവല്ല. കാരണം അറിവ് കൊണ്ട് അവരുടെ ആശ്വാസം മുറിവുണങ്ങത്തില്ല. അവർക്ക് ആവശ്യം നിലച്ചുപോയ അവരുടെ സഞ്ചാരത്തിന് കൂട്ടുപോകാനാണ്, അണഞ്ഞുപോയ മെഴുകുതിരി ഒന്ന് കത്തിച്ചു കൊടുക്കാനാണ്, കണ്ണുനീരൊഴുകുന്ന ആ കണ്ടടങ്ങളിൽ കണ്ണുനീരൊന്ന് തുടച്ചു കൊടുക്കാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ തകർന്നും തോറ്റും ഇരിക്കുന്നവരെ നമുക്കൊന്ന് കൈപിടിച്ചുയർത്താനും കൂടി പറ്റണം. അതാണ് ഏറ്റവും വലിയ പുണ്യം.
അതല്ലാതെ നീ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ആയതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്, എന്താ നീ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടതായിരുന്നു എന്നും പറഞ്ഞിട്ടുള്ള ഈ കുറ്റപ്പെടുത്തലും ശകാരങ്ങളുമാണ് നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. തകർന്നിരിക്കുന്നവരോട് അല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോയവരോട്, സങ്കടപ്പെട്ടിരിക്കുന്നവരോടൊക്കെ നമ്മളൊന്ന് കൈത്താങ്ങായി ആശ്വാസമാകാൻ പറ്റണം. തകർന്ന് ഇരിക്കുന്നവര് ഒരു ഹോപ്പോടുകൂടി, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാനും ഒരു ചില സിറ്റുവേഷനിലൊക്കെ ഒത്തിരി മാനസികാവസ്ഥയിലും സങ്കടത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിന്റെ ഒരു ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തകർച്ചയിലും ഒരു ഉയർപ്പുണ്ട് എന്നുള്ളതാണ്. ഒരു ദുഃഖവിളി കഴിഞ്ഞാൽ ഒരു ഉയർപ്പുണ്ടല്ലോ, എത്ര തകർച്ചയിലും ഒരു ഉയർപ്പുണ്ട്. ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്താണ് എന്നെ ഇപ്പോഴും ജീവനോട് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തോ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടണം തോന്നി. കാരണം ആരൊക്കെയോ ഏതൊക്കെയോ സ്ഥലങ്ങളില്, ജോലിയിടങ്ങളില് ജോലി നഷ്ടപ്പെടുമോ, എന്റെ കല്യാണം നടക്കുമോ, ഈ സ്ഥലം വിൽപ്പന നടക്കുമോ, ഈ ഓപ്പറേഷൻ തിയേറ്ററിലൂടെ കയറാൻ പോകുന്നു, അപ്പൊ അങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെട്ട് കിടക്കുന്നു. അങ്ങനെയുള്ള കുറേ പേര് വേദന അനുഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു മെസ്സേജാണ്, ഹാഗാറിനെയും ഇസ്മായിലിനെയും ദൈവം സംരക്ഷിച്ചത്. അപ്പുറത്തൊരു കിണർ കിടപ്പുണ്ട്, നമുക്കിത് കാണാനുള്ളൊരു ടൈമുണ്ട് കേട്ടോ. അപ്പൊ അതുവരെയും നമ്മൾ ശാന്തമായിട്ടിരിക്കും, ഒക്കെ ശരിയാവും. നമ്മൾ മരണവെപ്രാളം പിടിച്ചതുകൊണ്ടോ ടെൻഷൻ അടിച്ചതുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടോ ഒന്നും നടക്കില്ല. ആ സമയം നമ്മൾ നിശബ്ദത പാലിക്കുക, മനസ്സിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, ആത്മസംയമനം പാലിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ദിവസം ആശംസിക്കുന്നു. ശാന്തമായിട്ടിരിക്കൂ, മനസ്സ് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ കലങ്ങാതെ ധൈര്യമായിട്ടിരിക്കൂ. ദിവസങ്ങളിനി നിങ്ങളുടേതാണ്. പുറത്തേക്ക് ഒന്ന് നോക്കൂ, ഇന്നിപ്പോ ഇവിടെ മഴയില്ല, ആഹാ എത്ര സൂര്യപ്രകാശം, എന്ത് രസമാണ് കാണാൻ. പൂക്കള്, ആകാശം, മരങ്ങള്, നല്ല പച്ചപ്പ്, നല്ല പ്രകൃതി. ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഈ കരഞ്ഞിരിക്കുന്ന മുറിയിൽ നിന്നും പുറത്തോട്ടൊക്കെ വന്ന് ആകാശത്തേക്കൊന്ന് നോക്കി ആസ്വദിക്കൂ. എന്ത് രസമാണെന്നറിയാമോ ഈ ഭൂമി. നമുക്കും ജീവിക്കാം, മനോഹരമായിട്ട് ജീവിക്കാം. ദൈവം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ചെയ്തു തരും കേട്ടോ. പിന്നെ ഒരു പ്രത്യേക ഒരു ഇൻഫർമേഷൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ ജൂലൈ ഫസ്റ്റ് വീക്കിൽ ഞാൻ US വരുന്നുണ്ട് കേട്ടോ, അമേരിക്കയിൽ വരുന്നുണ്ട്, ഹോസ്റ്റലിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ വരുമ്പോൾ നമുക്ക് ഹൂസ്റ്റണിലുള്ള എല്ലാവരെയും മലയാളികൾക്ക് നമുക്ക് പരസ്പരം കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് പ്രത്യേകം സംസാരിക്കാനോ ഷെയർ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇതിനകത്ത് ഞാൻ വാട്സപ്പ് നമ്പർ ഇടാം. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.